ഇറാൻ യു എസ് തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ നയതന്ത്രപരമായ വഴികൾ മങ്ങിയതോടെ വാക് പോരാട്ടവും സൈനിക ഭീഷണികളും ഒരുപോലെ ശക്തമാവുകയാണ്. അമേരിക്ക മുന്നോട്ട് വച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയതിനു പിന്നാലെ ഇറാന്റെ പരമാധികാര സംവിധാനത്തിലെ പ്രധാന വ്യക്തിയായ മുജ്തബ ഖമേനിയെ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി. ഭീഷണികൾ, വ്യോമാക്രമണങ്ങൾ, ലക്ഷ്യബന്ധമായ കൊലപാതകങ്ങൾ എന്നിവയെക്കൊണ്ട് ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കാനാകുമെന്ന ധാരണ പൂർണ്ണമായും തെറ്റാണെന്ന് അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പ് നൽകി. പ്രദേശത്തെ സംഘർഷം വേഗത്തിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതികരണം പുറത്തുവന്നത്. ഇറാന്റെ പ്രധാന സൈനിക വിഭാഗമായ IRGCയുമായി ബന്ധപ്പെട്ട ഉയർന്ന നിലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട ആക്രമണങ്ങളാണ് ഈ സംഘർഷത്തെ കൂടുതൽ ഉത്തേജിപ്പിച്ചത്. ഇസ്രായേൽ അവകാശപ്പെടുന്നതനുസരിച്ച് ഇന്റലിജൻസ് വിഭാഗത്തിലെ മേധാവിയെ മേജർ ജനറൽ മജീദ് ഖമേനിയും പ്രധാന അംഗമായി അക്സർ ബഗേരിയും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സംഭവങ്ങൾ ഇറാനിൽ കടുത്ത പ്രതിഷേധത്തിനും പ്രതികരണത്തിനും കാരണമായി. ടെലിഗ്രാം വഴി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിക്കളയുമെന്ന രീതിയിലുള്ള അമേരിക്കൻ ഭീഷണികളെ ട്രംപ് നിരുത്തരവാദപരമായ സമീപനത്തിന്റെ ഉദാഹരണത്തെക്കുറിച്ച് മുജ്തബ ഖമേനിയായി വിമർശിച്ചു. പാലങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നത് മനുഷ്യരാശിക്കെതിരെയുള്ള ക്രൂരതയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന്റെ നിയമങ്ങളും മനുഷ്യാവകാശ മാനദണ്ഡങ്ങളും അവഗണിക്കുന്ന രീതിയിലാണ് ഇത്തരം ഭീഷണികൾ ഉയർത്തുന്നതെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇതിനിടെ വാഷിംഗ്ടണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വീണ്ടും കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാൻ വലിയ സൈനിക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ അമേരിക്കയ്ക്ക് കഴിവുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ മുന്നറിയിപ്പുകൾ ലോകത്ത് ആശങ്ക വർദ്ധിക്കുന്നതിനൊപ്പം യുദ്ധഭീഷണിയെ കൂടുതൽ ശക്തമാക്കുകയാണ്. സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത് വീണ്ടും ഹോർമൂസ് ആണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ നിർണായക പാതയായ ഈ കടലൊടുക്ക് വീണ്ടും തുറക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇതിനെതിരെ ഇറാൻ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഹോർമൂസ് ഇടുക്കിനുമേലുള്ള തങ്ങളുടെ തന്ത്രപരമായ നിയന്ത്രണം അംഗീകരിക്കപ്പെട്ടതാണെന്നും അതിനു പുറമെ സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കേണ്ടതുണ്ടെന്നും ഇറാൻ ആവർത്തിക്കുന്നു. അമേരിക്ക മുന്നോട്ട് വച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഈ സാഹചര്യത്തിൽ താൽക്കാലിക സന്ധി എന്നതിൽ തങ്ങൾക്ക് താൽപര്യമില്ല എന്നും മറിച്ച് ദീർഘകാല സ്ഥിരത ഉറപ്പാക്കുമെന്ന ഒരു സമഗ്ര കരാറാണ് ആവശ്യമെന്നും ഇറാൻ വ്യക്തമാക്കി. ഈ നിലപാട് ഇറാൻ അമേരിക്കയിലേക്ക് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെങ്കിലും അവ അതീവ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനൊപ്പം ഇറാന്റെ സൈനിക വിഭാഗമായ IRGC ശക്തമായ തിരിച്ചടിക്കായി ഒരുങ്ങുകയാണ്. തങ്ങളുടെ ഇന്റലിജൻസ് മേധാവിയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന് പ്രതികരണവുമായി ഓപ്പറേഷൻ ക്രഷിംഗ് റിവെഞ്ച് എന്ന പേരിൽ സൈനിക നീക്കം നടത്തുമെന്ന് സംഘടന പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യത ഉയർത്തിയിരിക്കുകയാണ്. യുദ്ധഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം പരിമിതമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ലോക സമാധാനം നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ മൗനം പാലിക്കുന്നതിൽ ഇറാൻ കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഈ മൗനം തന്നെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുന്നുവെന്ന് ഖമേനിയായി മുന്നറിയിപ്പ് നൽകി. പ്രദേശത്ത് യുദ്ധഭീതി വ്യാപിക്കുന്നതിനൊപ്പം അതിന്റെ പ്രഖ്യാഘാതങ്ങൾ ആഗോളതലത്തിൽ പ്രകടമാകാൻ തുടങ്ങി. എണ്ണവിലകൾ ഉയരുന്നതും വിപണിയിലെ അനിശ്ചിതത്വം ഇതിനുള്ള സൂചനകളാണ്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യവും ആശങ്കാജനകമാണ്. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും അടിയന്തര തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേസമയം സംഘർഷത്തിന്റെ മാനുഷിക വശവും ഗുരുതരമാണ്. സിവിലിയൻ മേഖലയിലെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം, സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്നിവ യുദ്ധത്തിന്റെ യഥാർത്ഥ വിലയെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യത്തിൽ യുദ്ധം നീണ്ടു നിൽക്കുന്നതിന് പകരം സമാധാന ചർച്ചകൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത കൂടി ഉയർന്നു വരുന്നു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷങ്ങളും കടുത്ത നിലപാടിലാണ്. അമേരിക്ക തങ്ങളുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ മുൻനിർത്തി സമ്മർദ്ദം തുടരുമ്പോൾ ഇറാൻ തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാടിലാണ്. ഈ നിലപാട് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത നിഷേധിക്കാനാവില്ല. അടുത്ത മണിക്കൂറുകളും ദിവസങ്ങളും ഈ സംഘർഷത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കും. നയതന്ത്രം വിജയിക്കുമോ അതോ സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാകുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ പ്രതിസന്ധി ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം നിൽക്കാതെ ആഗോള രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തികത്തിന്റെയും ഭാവി സ്വാധീനിക്കുന്ന ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.